ഹായ് ഫ്രണ്ട്സ്, നമുക്കിത് വായിച്ച് നോക്കിയാലോ. പ്രാർത്ഥിക്കുമ്പോൾ അബദ്ധം പറ്റരുത്. കാണപ്പെടുന്നവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലുള്ള തീക്ഷ്ണത അവ ലഭിച്ചു കഴിയുമ്പോൾ അവസാനിക്കും. കാണപ്പെടാത്തവയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മരണനിമിഷവും ഉള്ളിലുണ്ടാവും. യേശു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചത് അത്തരത്തിലാണ്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും വിശ്വാസത്താൽ ജ്വലിക്കുന്നതിനാൽ ഉയരുന്ന പ്രാർത്ഥനയും തമ്മിൽ വേർതിരിക്കുവാൻ ഞാൻ ശ്രമിച്ചു എന്നേയുള്ളൂ. രണ്ടാമത്തെ രീതിയിലുള്ള പ്രാർത്ഥന സ്വന്തമാക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ നമുക്കൊരിക്കലും തളർന്നു പോവുകയില്ല. തളർന്ന കൈകളും ബലമില്ലാത്ത കാൽമുട്ടുകളെയും ശക്തിപ്പെടുത്തുവിൻ. മുടന്തുള്ള പാദങ്ങൾ സന്ധിവിട്ട് ഇടറിപ്പോകാതെ സുഖപ്പെടാൻ തക്കവിധം അവയ്ക്ക് നേർവഴി ഒരുക്കുവിൻ. ഇത് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 12-ാം തിരുവചനമാണ്. എല്ലാ ദിവസവും ഉയർത്തിപ്പിടിക്കാൻ തളരാത്ത കൈകളും തറയിലൂന്നാൻ ബലമുള്ള കാൽമുട്ടുകളും നമുക്കുണ്ടാവട്ടെ. താങ്ക് യു.